ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 4-5 ചെറിയ നാടൻ പാവയ്ക്കയും ഒരു സാധാ പാവയ്ക്ക, മാർക്കറ്റിൽ കിട്ടുന്നൊരു പാവയ്ക്കയും കൊണ്ട് ഒരു അടിപൊളി റെസിപ്പി, അതായത് പാവയ്ക്ക പുളിക്കറി. ഇപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ രീതിയിൽ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരു പാന് അടുപ്പത്തേക്ക് വെക്കാം. പാൻ ചൂടായി വന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി ഇതിലേക്ക് നമ്മൾ തിരുമ്മി യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്താനായിട്ട് വെക്കാം. ഇപ്പോൾ പാവയ്ക്ക അവിടെ ഇരുന്ന് ഫ്രൈ ആകട്ടെ. അന്നേരത്തേക്ക് നമുക്ക് ഇതിൻ്റെ ചേരുവ തയ്യാറാക്കാം. ഒരു മൺചട്ടി അടുപ്പ് വെച്ച് ആ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയും ഒരു ചെറിയ സവോള ഉള്ളിയും കൂടെ നൈസായിട്ട് അരിഞ്ഞ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരല്പം കറിവേപ്പില, ലേശം ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട്. പിന്നെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റാം. നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പാവയ്ക്ക ഫ്രൈ ആയി ഇരിപ്പുണ്ട്. ആ പാവയ്ക്ക നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന നമ്മുടെ വാളൻപുളി നീര് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ട് കുറുകി ഒന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ പാവയ്ക്ക പുളിക്കറി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്യാവുന്ന നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണിത്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതട്ടെ. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് പാവയ്ക്ക വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. കഞ്ഞിയുടെ കൂടെ കഴിക്കേണ്ട നമ്മളൊരു അച്ചാർ കഴിക്കുന്നില്ലാകാതെ കഴിക്കാം. അത്രയ്ക്ക് സൂപ്പറാണ്. അപ്പോൾ ഇതേപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി.